നമസ്കാരം ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന LDC, LGS, SI, ഫയർമാൻ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഒരു മോഡൽ എക്സാം 100 GK ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മോഡൽ എക്സാം ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയും, 2 സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തുക, ആൻസർ പറയുന്നതാണ്. ഓക്കെ, എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആറന്മുള പൊന്നമ്മ. ആറന്മുള പൊന്നമ്മയാണ് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഏതാണ്? ഉത്തരം ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം. ഡൊമിനിക് ലാപ്പിയറുടെ സിറ്റി ഓഫ് ജോയ് എന്ന കൃതിയിൽ ഏത് നഗരത്തെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം കൊൽക്കത്ത. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കാർ. ധർമ്മടം ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? പ്രിസം. പ്രിസമാണ് ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഹൃദയ വാൽവിന്റെ പേരെന്താണ്? ഉത്തരം ചിത്ര. ചിത്ര എന്നതാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യത്തിന്റെ പേര്? ഉത്തരം നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹമ്മുറാബി. ഹമ്മുറാബി. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ കറുത്ത വർഗക്കാരൻ ആരാണ്? ഉത്തരം റാൽഫ് ബെഞ്ച്. റാൽഫ് ബെഞ്ച്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? ഉത്തരം യൂറോക്രോം. യൂറോക്രോം ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഗവർണർ. ഗവർണർ ആണ്. വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം ഏത്? വെള്ളി. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? കാലഹരണപ്പെട്ട ചെക്ക്. ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കാൻ മുൻകൈയെടുത്തത് ആര്? ഡോക്ടർ പൽപ്പു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിൽ എത്ര സബ്സിഡറി കമ്പനികൾ ഉണ്ട്? 4 സബ്സിഡറി കമ്പനികളാണ് ഉള്ളത്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ആരാണ്? ജിം ലേക്കർ. ജിം ലേക്കർ ആണ്. വീൽസ് രോഗം എന്നറിയപ്പെടുന്നത്? വീൽസ് രോഗം.
എലിപ്പനിയാണ്. രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെ പറ്റി ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. കേരളത്തിൽ പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം കണ്ണാടിയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന നഴ്സറി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ആൻ ടൈലർ, ജെയിൻ ടൈലർ എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ ന്യൂട്ടൺ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യൻ ന്യൂട്ടൺ. ഉത്തരം ആര്യഭട്ടനെയാണ് ഇന്ത്യൻ ന്യൂട്ടൺ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. സംഗീത ലോകത്ത് നിന്നും ആദ്യമായി ഭാരതരത്ന ബഹുമതിക്ക് അർഹയായത് ആരാണ്? MS സുബ്ബലക്ഷ്മി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 42ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പ്രകാശം സെക്കൻഡിൽ എത്ര ലക്ഷം മൈൽ സഞ്ചരിക്കും? 1.86 ലക്ഷം മൈൽ ആണ് പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് അത്തറാണ്. ഏറ്റവും ഭാരം കൂടിയ പാമ്പ്? അനക്കോണ്ടയാണ് ഏറ്റവും ഭാരം കൂടിയ പാമ്പ്. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്? അലാസ്കയാണ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്. കേരള നിയമസഭയുടെ ആദ്യ പ്രോടേം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസ് ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ചിത്തിര തിരുനാളാണ്. കുലദൈവമായ ശ്രീ പത്മനാഭന് രാജ്യം സമർപ്പിച്ച മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം? 1750 ജനുവരി 3. 1750 വർഷം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ഉത്തരം പാട്ടബാക്കി, കെ ദാമോദരന്റെ പാട്ടബാക്കി. നെഫോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മേഘത്തെ പറ്റിയുള്ള പഠനമാണ്. അമേരിക്കൻ ദേശീയ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? 50 നക്ഷത്രങ്ങളാണ് അമേരിക്കൻ ദേശീയ പതാകയിൽ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം? ഉത്തരം ഗോവയാണ്. മറാത്ത മാക്യവെല്ലി എന്ന് അറിയപ്പെട്ടത് നാനാ ഫട്നാവിസ് ആണ് മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെട്ടത്. യാചനാ പദയാത്ര നയിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. ഡേവിഡ് ബെൻ ഗൂറിയൻ ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്? ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവാണ്. എനിക്ക് മറ്റൊന്നും വാഗ്ദാനം ചെയ്യാനില്ല, ചോരയും കഠിനാധ്വാനവും കണ്ണീരും വിയർപ്പുമല്ലാതെ. വിൻസ്റ്റൺ ചർച്ചിൽ ഈ പ്രശസ്തമായ വാക്കുകൾ എവിടെ വെച്ചാണ് പറഞ്ഞത്?
ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ചിട്ടാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞത്. ജൂതന്മാർ കേരളത്തിൽ വന്നിറങ്ങിയ വർഷം AD 68 ജൂതന്മാർ കേരളത്തിൽ വന്നിറങ്ങിയത്. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടത് PK നാരായണപിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്? അക്ബറിന്റെ കാലത്താണ്. ഹെലനിക് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് രാജ്യത്താണ്? ഗ്രീസിലാണ്. ഒന്നാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? ഐഷാഭായി ആയിരുന്നു. ഭാരതരത്ന നേടിയവരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആരാണ്? DK കാർവെയാണ്. താഴെ പറയുന്നവയിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗം അല്ലാത്തത് ഏത്? സിസിലിയാണ്. ബാക്കി സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് ഇതെല്ലാം യുണൈറ്റഡ് UKയുടെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോകസഭ? അഞ്ചാം ലോകസഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം ബ്ലാക്ക് ബോക്സ് എന്നാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേര്, ബ്ലാക്ക് ബോക്സ്. താഴെ പറയുന്നവയിൽ രണ്ട് കുളമ്പുള്ള ജീവി ഏത്? ഒട്ടകമാണ്. കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഉത്തരം ന്യൂക്ലിയസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, VSNL. ഇഗ്നൗ സ്ഥാപിതമായ വർഷം? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നൗ സ്ഥാപിതമായ വർഷം 1985. താഴെ പറയുന്നവയിൽ ഒളിമ്പിക്സ് നടന്ന വർഷം? 1948 ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. ഏത് മുഗൾ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഭാരതം ലൂയി 14 കാലത്തെ ഫ്രാൻസിനോട് സാദൃശ്യം വഹിക്കുന്നത്? ഷാജഹാന്റെ കാലത്താണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് P. കൃഷ്ണപിള്ള. സഖാവ് എന്നറിയപ്പെടുന്ന P. കൃഷ്ണപിള്ളയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. 1934 ഏത് സ്ഥാനപ്പേരിലാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്? 1934 ഫ്യൂറർ എന്ന പേരിലാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. ഫ്യൂറർ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എവിടെയാണ്? ഉത്തരം സൈലന്റ് വാലിയാണ്. വേദവ്യാസന്റെ യഥാർത്ഥ പേര് എന്താണ്? കൃഷ്ണദ്വൈപായനൻ എന്നതാണ് വേദവ്യാസന്റെ യഥാർത്ഥ പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്നത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അറ്റോമിക് നമ്പർ എന്നത് ന്യൂക്ലിയസിലുള്ള എന്തിന്റെ എണ്ണമാണ്? പ്രോട്ടോണിന്റെ എണ്ണമാണ്. കുറിച്യ കലാപം നടന്ന വർഷം? 1812. 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? KP ശങ്കരമേനോനാണ്. ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിച്ചത്?
ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. വാഗൻ ട്രാജഡി നടന്ന വർഷം 1921. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആരാണ്? സെന്റ് തോമസ്. ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവൻ പോസൈഡോൺ ആണ് ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവൻ. പോസൈഡോൺ. ഭൂമിയുടെ തെക്കേ അറ്റത്തെ ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ തെക്കേ അറ്റത്തെ ഭൂഖണ്ഡം. 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 1977 പിൻവലിച്ചത് ആരാണ്? BD ജെട്ടി. ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായ BD ജെട്ടിയാണ് പിൻവലിച്ചത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ പര്യവേഷണ സംഘത്തെ 1953 നയിച്ചത് ആരാണ്? ജോൺ ഹണ്ട് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ തുടക്കകാലത്ത് ഔദ്യോഗിക ഭാഷ അല്ലാതിരുന്നത് ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ചൈനീസ് ആണോ, സ്പാനിഷ് ആണോ, റഷ്യൻ ആണോ, അറബിയാണോ? അറബി ഭാഷയാണ് ഐക്യരാഷ്ട്രസഭയുടെ തുടക്കകാലത്ത് ഔദ്യോഗിക ഭാഷ അല്ലാതിരുന്നത്. ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കാൽസ്യം ഓക്സലേറ്റ് ആണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ എത്രണ്ണമുണ്ട്? 50 ആണ്. പോപ്പിന്റെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേര്? അപ്പോസ്തലിക കൊട്ടാരമാണ് പോപ്പിന്റെ ഔദ്യോഗിക വസതി. യുവതുർക്കി എന്നറിയപ്പെട്ട നേതാവ് ആരാണ്? എസ് ചന്ദ്രശേഖർ ആണ്. സംസ്ഥാന നിയമസഭയുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ഗവർണർ. ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയത് ആര്? ഡോക്ടർ എൻ ഗോപിനാഥ്, ഡോക്ടർ PH ബൈറ്റ്സ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയത്. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിപ്പിച്ച വർഷം? 1961 ഇന്ത്യയുടെ ആദ്യത്തെ മെയിൻ ബാറ്റിൽ ടാങ്ക്? അർജുൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മെയിൻ ബാറ്റിൽ ടാങ്ക്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച ഭാഷാ പണ്ഡിതൻ? IC ചാക്കോ ആണ്. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് ആര്? അക്ബർ ആണ് ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്നത് ആരാണ്? ജോഗീന്ദർനാഥ് മണ്ഡൽ ആണ്. കൊച്ചിയിലെ ഏത് രാജാവിനാണ് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചു നൽകിയത്? വീരകേരളവർമ്മ. കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള റിട്ടയർഡ് IAS ഓഫീസർ ആരാണ്? TN ചതുർവേദിയാണ്. ഇന്ത്യൻ കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? പെരിഗ്രീൻ ഫാൽക്കൺ ആണ്. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. മധ്യകാല കേരളത്തിൽ വൈദിക വിജ്ഞാനത്തിലും ആയുധാഭ്യാസത്തിലും ഒരുപോലെ പ്രാഗൽഭ്യം പ്രദർശിപ്പിച്ചിരുന്ന നമ്പൂതിരി യുവാക്കൾക്ക് പറയുന്ന പേര്? ചാത്തിരർ എന്നതാണ്.
രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോർ തന്നെ. ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഗാന്ധിജി ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? റീഡിംഗ് പ്രഭുവിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. വി എൻ തെക്കേപ്പാട്ട് എന്ന തൂലികാ നാമത്തിൽ കവിത എഴുതിയ മലയാള സാഹിത്യകാരൻ ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭ അധികാരത്തിൽ വന്ന തീയതി എന്നാണ്? EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 5/4/1954. ഇങ്ങനെ ഡേറ്റ് തരുമ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. ഏപ്രിൽ 5 1957. ഏപ്രിൽ 5 1957. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചത് താഴെ കമന്റ് ചെയ്യുക. നിലവാരം ഉയർത്താൻ ശ്രമിക്കുക. വീണ്ടും കാണാം. താങ്ക്